ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമത് സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. ശുഭദിനം നേരുന്നു എല്ലാവർക്കും. ഇവിടെ നമ്മൾ ഇന്ന് കിഷ്കിന്ധാകാന്ഡം ആരംഭിക്കുകയാണ്. 17-ാം ദിവസം കിഷ്കിന്ധാകാന്ഡത്തിലെ ഹനുമത് സമാഗമം, സുഗ്രീവ സഖ്യം, ബാലി സുഗ്രീവ കലഹകഥ, ബാലി സുഗ്രീവ യുദ്ധം, ബാലിവധം, താരോപദേശം, ഇത്രയും ഭാഗങ്ങളാണ് ഞാൻ ചുരുക്കി നിങ്ങളോട് പറയാൻ പോകുന്നത്. ഇന്നലെ ശ്രീരാമനും ലക്ഷ്മണനും ശബരിയുടെ നിർദ്ദേശപ്രകാരം ഋഷ്യമൂകാചലത്തിലേക്ക് സുഗ്രീവനെ കാണാനായി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സീതാദേവി അങ്ങ് രാവണൻ്റെ ലങ്കാപുരിയിലും. ഈ കിഷ്കിന്ധാകാന്ഡം തുടങ്ങുമ്പോൾ എഴുത്തച്ഛൻ ശാരിക പൈതലാം കിളിയോട് ബാക്കി കഥ പറയാൻ പറയുമ്പോൾ ആ കിളി ശ്രീപരമേശ്വരൻ ആ പരമേശ്വരിയോട് പറയുന്നത് പോലെ നമ്മളോട് പറയുകയാണ്. ശ്രീരാമനും ലക്ഷ്മണനും നടന്ന് ആ പമ്പാ സരസ്തടത്തിൽ, അതായത് പമ്പാ സരസിൻ്റെ തീരത്ത് വന്ന ആ കാനന ഭംഗി വളരെ മനോഹരമായ പ്രദേശമാണ്. അതുപോലെ തന്നെ ആ തടാകവും മനോഹരമാണ്. അതിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടെ നിന്ന് അല്പം ജലം കുടിച്ചിട്ട് ദാഹം ശമിപ്പിച്ച് ശേഷം വീണ്ടും മുന്നോട്ട് നടക്കുകയാണ്. അവർ സീതയെ കാണാൻ സങ്കടത്തോടെയാണ് നടക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ നമുക്കറിയാം ഋഷ്യമൂകാചലത്തിന് സമീപം എത്തുകയാണ്. ആ പർവ്വതത്തിലാണ് സുഗ്രീവൻ തൻ്റെ മന്ത്രിമാരോടുകൂടി താമസിക്കുന്നത്. ശബരി അവരെ കണ്ട് സഖ്യം ചെയ്യാനാണ് ശ്രീരാമനോടും ലക്ഷ്മണനോടും നിർദ്ദേശിച്ചിരിക്കുന്നത്. അങ്ങനെ ഇവർ നടന്ന് പർവ്വതത്തിന് സമീപത്തേക്ക് എത്തുമ്പോൾ പർവ്വതത്തിന് മുകളിൽ നിന്ന് സുഗ്രീവൻ ഇവരെ കാണുകയാണ്. ഇവരെ കണ്ട നിമിഷം ഭയപ്പെട്ട് ഓടി മുകളിലെത്തി ഹനുമാനെ വിളിച്ചിട്ട് പറയുകയാണ്, ആരോ രണ്ടുപേര് നമ്മുടെ നേരെ വരുന്നുണ്ട്. താപസവേഷം ധരിച്ചിരിക്കുന്ന അവരുടെ കയ്യിൽ അമ്പും വില്ലും വാളും ഒക്കെ ഉണ്ട്. പോയി തിരക്കിയിട്ട് വരിക. ജ്യേഷ്ഠനായ ബാലി പറഞ്ഞയച്ചിട്ട് എന്നെ കൊല്ലുവാനായി വരുന്നവരാരെങ്കിലും ആണോ? കണ്ടാൽ വീരന്മാരാണെന്ന് തോന്നുന്നുണ്ട്. അവരുടെ ആ തേജസ് കണ്ടോ, ദിക്കുകളൊക്കെ വിളങ്ങുന്നത് മാതിരി. മാരുതി, നീ അങ്ങോട്ട് ചെന്ന് അവരാരാണെന്ന് അറിയണം. ശത്രുക്കളാണെങ്കിൽ കൈകൊണ്ട് ആംഗ്യം കാണിക്കണം എൻ്റെ നേരെ. അതല്ല, മിത്രങ്ങളാണെങ്കിൽ നിൻ്റെ മുഖത്തെ ആ പുഞ്ചിരി കൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. ബാലി പറയുന്നത് കേട്ട് മാരുതി വേഗം ബ്രഹ്മചാരിയുടെ വേഷം ധരിച്ച് ശ്രീരാമലക്ഷ്മണന്മാരുടെ അടുത്ത് ചെന്ന് നമസ്കരിക്കുകയാണ്. നമസ്കരിച്ച് അവരോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഈ മാരുതിയുടെ സംസാരത്തിൽ നിന്ന് മാരുതി വളരെ അതായത് വൈയാകരണനാണ് എന്ന് മനസ്സിലാക്കുകയാണ്. നല്ല പാണ്ഡിത്യമുള്ളതാണ്, ധർമ്മിഷ്ഠനാണ് എന്നൊക്കെ മനസ്സിലാവുകയാണ് ശ്രീരാമനും ലക്ഷ്മണനും. ശ്രീരാമൻ അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഹനുമാനോട് പറയുകയാണ്. അവർ ഈ പിതൃനിയോഗത്താൽ കാനനവാസത്തിന് വന്നതാണെന്നും ജാനകി ദേവിയെ ഇങ്ങനെ രാവണൻ എന്ന് പറയുന്നില്ല, കാണാതായി, ആരോ മോഷ്ടിച്ചു കൊണ്ടുപോവുക, എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല, ആ പ്രിയ പത്നിയെ തേടി അലയുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അലഞ്ഞിട്ട് ഒരിടത്തും കണ്ടു കിട്ടിയില്ല. അപ്പോൾ സുഹൃത്തെ, ഭവാൻ ആരെന്ന് പറഞ്ഞാലും എന്ന് പറയുമ്പോൾ വാനര രാജാവായ സുഗ്രീവൻ ദാ പർവ്വതത്തിന് മുകളിൽ വസിക്കുന്നുണ്ട്. മന്ത്രികളായി ഞങ്ങൾ 4 പേരും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. സഹോദരനായ ബാലി അനുജനായ സുഗ്രീവനെ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടിരിക്കുകയാണ്. ഈ സുഗ്രീവൻ്റെ ഭാര്യയെയും അവൻ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. സ്വന്തം പ്രാണരക്ഷയ്ക്കായി ഈ ഋഷ്യമൂകാചലത്തിൽ വന്ന് തങ്ങിയിരിക്കുകയാണിപ്പോൾ. ഞാൻ അവൻ്റെ ഭൃത്യനായ വായുതനയനാകുന്നു. ഞാൻ അഞ്ജനപുത്രനാണ്. എൻ്റെ പേര് ഹനുമാൻ എന്നാണ്. സുഗ്രീവനോട് സഖ്യം ചെയ്യാമെങ്കിൽ നമുക്ക് 2 കൂട്ടർക്കും ശത്രുക്കളെ ഇല്ലാതെയാക്കാം. അതിനു വേണ്ടതെല്ലാം ഞാൻ മുമ്പിൽ നിന്ന് ചെയ്യുന്നതാണ്. എൻ്റെ കൂടെ വന്നാലും എന്ന് പറഞ്ഞ് മാരുതി തൻ്റെ സ്വന്തം രൂപത്തെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് ശ്രീരാമനോടും ലക്ഷ്മണനോടും തൻ്റെ തോളിൽ കയറിയിരിക്കാൻ പറയുന്നു. അവർ ശബരി പറഞ്ഞ വാക്കുകൾ ഓർമ്മയിലുണ്ടായിരുന്നത് കൊണ്ട് ഒട്ടും മടിക്കാതെ മാരുതിയുടെ 2 തോളുകളിലും കയറിയിരിക്കുന്നു. അങ്ങനെ ശബരി പറഞ്ഞതനുസരിച്ച് സുഗ്രീവനോട് സഖ്യം ചെയ്യാൻ അവർ പോവുകയാണ്. അപ്പോൾ സുഗ്രീവനോട് സഖ്യം ചെയ്താൽ ഭാര്യയെ തിരികെ ലഭിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള മാർഗം തെളിഞ്ഞു വരുമെന്ന്. ഇനി അടുത്ത് സുഗ്രീവ സഖ്യം എന്ന ഭാഗമാണ്. ശ്രീരാമലക്ഷ്മണന്മാരെ തോളിലേറ്റി നടന്ന് മാരുതി സുഗ്രീവൻ്റെ സമീപം എത്തിയിട്ട് സുഗ്രീവനോട് പറയുകയാണ്, ഭാസ്കരനന്ദന എന്ന് പറഞ്ഞാൽ സൂര്യപുത്ര, അങ്ങ് വ്യസനിക്കേണ്ട, നമ്മുടെ ഭാഗ്യം തെളിഞ്ഞിരിക്കുന്നു. ഈ സൂര്യവംശജാതനായ ഈ ശ്രീരാമലക്ഷ്മണന്മാർ പ്രിയ പത്നിയെ തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ പർവ്വതം മുകളിൽ ഒരു വൃക്ഷച്ചുവട്ടിൽ 2 പേരെയും ഇറക്കി നിർത്തിയിട്ട്
അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ചെന്ന് ആ സുഗ്രീവനോട് വീണ്ടും ഹനുമാൻ പറയുകയാണ്, ഇവർ രണ്ടുപേരും മിത്രഗോത്രത്തിൽ തന്നെ വന്നു പിറന്നവരാണ്, വേഗം ചെന്ന് അവരുമായി സഖ്യം ചെയ്ത് ഭാഗവതപ്രിയനായി വാഴുക. ഭാഗവതപ്രിയൻ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഭഗവാന്റെ ഭക്തനായി വാഴുക, ഭഗവാന് പ്രിയപ്പെട്ടവനായി വാഴുക എന്നാണ്. അപ്പോൾ സുഗ്രീവൻ സംഭ്രമത്തോടും അതോടൊപ്പം സന്തോഷത്തോടും കൂടി വേഗം ശ്രീരാമ ലക്ഷ്മണന്മാരുടെ സമീപത്തേക്ക് ചെല്ലുന്നു. വൃക്ഷച്ചുവട്ടിൽ ഇലകളൊക്കെ പറിച്ചിട്ടിങ്ങനെ ഇരിക്കാൻ പാകത്തിനൊരു പീഠം ഒരുക്കി അതിൽ ഇരുത്തുകയാണ്. എന്നിട്ട് സുഗ്രീവനോട് ലക്ഷ്മണൻ എല്ലാ വൃത്താന്തവും പറയുവാണ്. ഇതുപോലെ എങ്ങനെയാണ് അവർ കാനനത്തിൽ വന്നത്, സീതയെ ഇങ്ങനെ കാണാതായ വിവരം, അവർ സീതയെ അന്വേഷിച്ച് നടക്കുന്ന കാര്യം എല്ലാം ഇങ്ങനെ വിസ്തരിച്ച് പറയുകയാണ്. സുഗ്രീവൻ ശ്രീരാമനോട് ഉടനെ പറയുകയാണ്, ജാനകീദേവിയെ നിശ്ചയമായും കണ്ടുപിടിച്ച് തരുന്നുണ്ട്. അങ്ങയുടെ ശത്രുക്കളെ നശിപ്പിക്കാനായി മിത്രമായി ഞാൻ സഹായിക്കുന്നുണ്ട്. ഒട്ടും വ്യസനിക്കേണ്ട. രാവണനെ വംശത്തോടെ നശിപ്പിക്കുന്നതിന് വേണ്ടതൊക്കെ ചെയ്തു തരുന്നുണ്ട്. ഞാനും എൻ്റെ 4 മന്ത്രിമാരും കൂടി ഒരു ദിവസം ഈ പർവ്വതമുകളിൽ വസിക്കുന്നതായ സമയത്ത് ഒരു രാക്ഷസൻ സുന്ദരിയായ ഒരു സ്ത്രീയെ ആകാശമാർഗത്തുകൂടി തട്ടിക്കൊണ്ടു പോകുന്നത് കണ്ട് രക്ഷിപ്പാൻ ആരുമില്ലാതെ രാമ രാമ എന്ന് വിലപിച്ചുകൊണ്ടിരുന്ന ആ സുന്ദരി അങ്ങയുടെ പത്നി തന്നെ ആവാനേ തരമുള്ളൂ. ഉത്തമയായ സുന്ദരി ഞങ്ങളെ കണ്ടപ്പോൾ തൻ്റെ ആഭരണങ്ങൾ ഉത്തരീയത്തിൽ പൊതിഞ്ഞ് താഴേക്കിട്ടു. ആ ആഭരണങ്ങളിപ്പോൾ എന്തായാലും അങ്ങൊന്ന് കണ്ടു നോക്കൂ, ഒരുപക്ഷെ അത് ജാനകി ദേവിയുടേതാണെങ്കിലോ. ഇങ്ങനെ പറഞ്ഞ് ആഭരണങ്ങൾ ശ്രീരാമനെ കാണിക്കുകയാണ്. ആഭരണങ്ങൾ കണ്ടിട്ട് ശ്രീരാമൻ, അയ്യോ, എന്നെപ്പോലെ നിങ്ങളും ആ സീതാദേവിയെ വിട്ടുപിരിഞ്ഞോ, സീതയെ മമ വല്ലഭേ എന്ന് പറഞ്ഞ ആഭരണങ്ങൾ മാറത്തണച്ച് ശ്രീരാമൻ വിലപിക്കുകയാണ്. അത് കണ്ടിട്ട് എല്ലാവർക്കും സങ്കടം വരികയാണ്. ലക്ഷ്മണൻ പറയുകയാണ്, ദുഃഖിക്കാതെ ജ്യേഷ്ഠ, ഈ വാനരശ്രേഷ്ഠൻ്റെ സഹായത്താൽ രാവണനെ നിഗ്രഹിച്ച് എത്രയും പെട്ടെന്ന് സീതയെ കൊണ്ടുവന്ന് തരുന്നുണ്ട്. സുഗ്രീവനും അത് തന്നെ പറയുകയാണ്, വിഷമിക്കേണ്ട, നമുക്ക് രാവണൻ്റെ വംശത്തോടെ നശിപ്പിച്ച് നമുക്ക് സീതാദേവിയെ തിരികെ കൊണ്ടുവരാമെന്ന്. ഇവരുടെ രണ്ടുപേരുടെയും സാന്ത്വന വാക്കുകൾ കേട്ടിട്ട് ശ്രീരാമൻ ആശ്വസിക്കുകയാണ്. അവർ അഗ്നിയെ ജ്വലിപ്പിച്ച് ഒരു ലഗ്നമൊക്കെ നോക്കി ശുഭമുഹൂർത്തത്തിൽ അന്യോന്യം സഹായിക്കാമെന്ന് സഖ്യം ചെയ്ത് ആ പർവ്വതമുകളിൽ അങ്ങനെ വസിക്കുന്നു. ഇനി അടുത്ത് ബാലിയുടെ സുഗ്രീവൻ്റെയും കലഹത്തിൻ്റെ കഥ പറയുന്നതാണ്. ബാലി സുഗ്രീവ കലഹകഥ. അവർ പറയുകയാണ്, പണ്ട് മയൻ എന്ന അസുരൻ്റെ പുത്രനായ മായാവി വാനര രാജാവായ ബാലിയെ യുദ്ധത്തിന് വിളിച്ചു. ആദ്യം ചെന്ന് വിളിക്കുന്നത് മഹാദേവനെയാണ്. മഹാദേവൻ പറഞ്ഞു ഇന്ദ്രനെ പോയി വിളിക്കാൻ. ഇന്ദ്രനെ പോയി വിളിച്ചു കഴിഞ്ഞപ്പം ഇന്ദ്രൻ പറഞ്ഞു, ബാലിയാണ് നിനക്കൊത്ത എതിരാളി. അങ്ങനെ ബാലിയെ പോയി വിളിക്കാൻ പറഞ്ഞാണ് ബാലിയെ വന്ന് വിളിക്കുന്നത്. ബാലി ഈ മായാവി അതീവ ശക്തിശാലിയും പരാക്രമിയും അഹങ്കാരിയുമായിരുന്നു. അതുകൊണ്ടാണല്ലോ മഹാദേവനെ ഇന്ദ്രനെയൊക്കെ യുദ്ധത്തിന് വിളിച്ചത്. തൻ്റെ ബലത്തിൽ അഹങ്കരിച്ചിരുന്ന അവനോട് നേരിട്ട് ജയിക്കുക വളരെ ദുഷ്കരമായിരുന്നു. എന്നിരുന്നാലും ഈ ബാലി അവനോട് യുദ്ധം ചെയ്യാനായി വന്നു. ബാലിക്കൊരു പ്രത്യേകത ഉണ്ട്. ആര് നേരെ നിന്ന് യുദ്ധം ചെയ്താലും ബാലിയുടെ ശത്രുവിൻ്റെ പകുതി ബലവും കൂടെ ബാലിക്ക് കിട്ടും. അങ്ങനെ മായാവി വന്നാലും അത് തന്നെ സംഭവിക്കും. അതുകൊണ്ടാണ് ബാലി നല്ല ധൈര്യത്തോടു കൂടി അവൻ യുദ്ധത്തിന് വിളിച്ചപ്പോൾ അത് സ്വീകരിച്ച് യുദ്ധം ചെയ്യാൻ തയ്യാറായത്. ആദ്യം മുഷ്ടി കൊണ്ടുള്ള ഇടിയേറ്റ് അവൻ പേടിച്ചോടി ഈ മായാവി. പക്ഷേ പിറകെ ബാലിയും ഓടി. അവർക്ക് പിന്നാലെ സുഗ്രീവനും ഇത് കണ്ട് ഓടിച്ചെന്നു. ആ മായാവി ചെന്നൊരു ഗുഹയിൽ കയറിയപ്പോൾ ജ്യേഷ്ഠനായ ബാലി സുഗ്രീവനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഈ ഗുഹയിൽ കടന്ന് ഇവനെ കൊല്ലുന്നുണ്ട്. നീ ഈ ഗുഹയുടെ വാതിൽക്കൽ കാത്തു നിൽക്കണം. ക്ഷീരം വരികിൽ, അതായത് പാല് പുറത്തേക്ക് വരികയാണ് ഈ അസുരൻ മരിച്ചെന്ന് കരുതണം. ചോര വരികയാണെങ്കിൽ വാതിലടച്ചു പോയി സുഖമായി വാണുകൊള്ളുക എന്നും പറഞ്ഞു. ശേഷം ഗുഹയിൽ പ്രവേശിച്ച് ബാലി ആ മായാവിയോട് യുദ്ധം ചെയ്തു. അങ്ങനെ കുറേ നാൾ, അതായത് 1 മാസത്തോളം ഇങ്ങനെ കഴിഞ്ഞിട്ടും ആരും പുറത്തേക്ക് വരുന്നില്ല. വാതിൽക്കൽ ഇങ്ങനെ സുഗ്രീവൻ കാവൽ നിൽക്കുക. അങ്ങനെ ഇരിക്കുന്നതായ അവസരത്തിൽ ഇങ്ങനെ രക്തം വരുന്നത് കാണായി. അങ്ങനെ രക്തം വരികയാണെങ്കിൽ ഈ ഗുഹയുടെ വാതിലടച്ചു പോകണമെന്നല്ലേ സുഗ്രീവനോട് പറഞ്ഞിരിക്കുന്നത്. സുഗ്രീവൻ വിചാരിച്ചു ജ്യേഷ്ഠൻ മരിച്ചു പോയി കാണും, ആ മായാവി വധിച്ചു കാണും എന്ന് വിചാരിച്ച് വളരെ സങ്കടത്തോടെ ഈ ഗുഹയുടെ വാതിലടച്ചിട്ട് ഒരു കല്ല് വെച്ച് അടയ്ക്കുകയാണ്. വലിയ കല്ലുരുട്ടി കൊണ്ടുവന്ന് വെച്ചിട്ട് അടച്ചിട്ട് കിഷ്കിന്ധയിൽ പോയി രാജാവായിട്ട് വാഴുകയാണ്. അത് വാനരന്മാരാണ് വാനര രാജാവായി കിഷ്കിന്ധ നിവാസികളാണ് അഭിഷേകം ചെയ്യുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബാലി തിരിച്ചു വന്നു. വളരെ ക്രുദ്ധനായിട്ടാണ് വരുന്നത്. സുഗ്രീവൻ ഗുഹാദ്വാരം കല്ലുകൊണ്ട് അടച്ചത് ബാലിയെ കൊല്ലാനാണെന്ന് പറഞ്ഞ് കോപിച്ച് സുഗ്രീവനെ കൊല്ലാനായി പാഞ്ഞെടുത്തു. എല്ലായിടത്തും പാഞ്ഞു നടന്നിട്ടാണ് അവസാനം സുഗ്രീവൻ ഈ ഋഷ്യമൂകാചലത്തിൽ അഭയം തേടിയിരിക്കുന്നത്.
ഈ ഇവിടെ മതംഗമുനി ശപിച്ചത് കാരണം ബാലിക്ക് ഈ പർവ്വതത്തിലേക്ക് കയറാൻ സാധിക്കില്ല. അതായത് ഈ ബാലി ദുന്ദുഭി എന്നുള്ള ഒരു അസുരനും കൂടെ യുദ്ധം ചെയ്തു. ഈ മായാവിയെ പോലെ തന്നെ ഒരു പരാക്രമശാലിയായ രാജാവായിരുന്നു ദുന്ദുഭിയും. അപ്പോൾ ആ ദുന്ദുഭി യുദ്ധം ചെയ്തു പോത്തിൻ്റെ വേഷത്തിലാണ് വരുന്നത് യുദ്ധം ചെയ്യാൻ. അങ്ങനെ അവർ തമ്മിൽ പൊരിഞ്ഞ് യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിൻ്റെ അവസാനം ഈ ദുന്ദുഭിയുടെ തല കൊമ്പിൽ പിടിച്ച് വലിച്ച് ഈ തല ഇങ്ങനെ വലിച്ചു പറിച്ച് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ചെന്ന് വീഴുന്നത് ഈ മതംഗമുനിയുടെ ആശ്രമം ഇരിക്കുന്ന ഈ ഋഷ്യമുഖാചലത്തിലാണ്. അവിടെ തപസ് ചെയ്തുകൊണ്ടിരുന്ന മുനിക്ക് ഈ ആശ്രമദോഷം, അതായത് ഇതിനെ അശുദ്ധമാക്കിയല്ലോ എന്ന് പറഞ്ഞ് ബാലി ഇത് ചെയ്തുകൊണ്ട് ബാലിയെ ശപിച്ചു. നീ ഇവിടെ കയറിയാൽ നിന്റെ തല പൊട്ടിത്തെറിക്കുമെന്ന്. അതുകൊണ്ടാണ് ബാലിക്ക് ആ പർവ്വതത്തിൽ കയറാൻ പറ്റാത്തത്. അപ്പോൾ ആ ശാപം മൂലമാണ് ഇപ്പോൾ സുഗ്രീവൻ അവിടെ താമസിക്കാൻ പറ്റുന്നതും. അങ്ങനെ സുഗ്രീവൻ്റെ ഭാര്യയെയും ബാലി സ്വന്തമാക്കി നാടും നഗരവും എല്ലാവരെയും പിരിഞ്ഞ് ഈ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഈ സുഗ്രീവൻ അവിടെ. അങ്ങനെ സുഗ്രീവൻ ഇപ്പോൾ ശ്രീരാമ ദർശനത്താൽ ഇപ്പോൾ സന്തോഷം തോന്നുകയാണ് സുഗ്രീവന്. അതുപോലെ മിത്രമായ സുഗ്രീവൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നിട്ട് കാരുണ്യത്തോടെ ശ്രീരാമൻ പറയുകയാണ്, ബാലിയെ വധിച്ച് നിന്റെ രാജ്യവും സമ്പത്തും ഭാര്യയെയും എല്ലാം നിനക്ക് മടക്കി തരുന്നുണ്ട് ഞാൻ. ഇത് കേട്ട സുഗ്രീവൻ പറഞ്ഞു, സ്വർലോകനാഥജ, അതായത് സ്വർലോകനാഥജനായ എന്ന് പറഞ്ഞാൽ ഇന്ദ്രാത്മജനായ ബാലിയെ അത്ര എളുപ്പത്തിലൊന്നും വധിക്കാൻ സാധിക്കില്ലെന്നറിയുക. അവനോളം പരാക്രമം മറ്റാർക്കും ഇല്ലെന്നും അറിയുക. ഇങ്ങനെ ഒരിക്കലൊരു ഈ ദുന്ദുഭിയുടെ കഥയൊക്കെ എന്നിട്ട് പിന്നെയും പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. അപ്പോൾ ആ മതംഗമുനിയുടെ ആശ്രമത്തിൽ വന്ന് വസിക്കാനുണ്ടായ കാരണം ഇവർ വിസ്തരിച്ച് പറയുകയാണ്. ഏതും ഭയമില്ലാതെ ഇപ്പോൾ സുഗ്രീവൻ ഇവിടെ താമസിക്കാൻ പറ്റുന്നതും ആ മതംഗമുനിയുടെ ശാപനിമിത്തമാണ്. ഇനി എന്നിട്ട് ഈ ദുന്ദുഭിയുടെ തലയോട് കിടപ്പുണ്ട് അവിടെ. ആ കിടക്കുന്ന തല മന്ദരപർവ്വതം പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ തലയോടെ എടുത്തെറിയാൻ സാധിച്ചാൽ ബാലിയെ പുഷ്പം പോലെ വധിക്കാമെന്ന് പറയുന്നു. ഈ പുഷ്പം പോലെ എന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് വധിക്കാമെന്നേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് തൻ്റെ തൃക്കാലിൻ്റെ പെരുവിരലാൽ ആ തലയോട് തോണ്ടിയെടുത്തെറിയുകയും 10 യോജന ദൂരെ ചെന്ന് വീഴുകയും ചെയ്യുന്നു. ഇത് കണ്ട് ശ്രീരാമനും അതുപോലെ മന്ത്രിമാരും സുഗ്രീവനും എല്ലാവരും സന്തോഷിക്കുകയാണ്. സുഗ്രീവൻ വളരെ ഈസി ആയിട്ടാണ് ഇത് ചെയ്തത്. ചിരിച്ചുകൊണ്ട് വളരെ ഈസി ആയിട്ട് ഇത് എടുത്തെറിയുന്നു. അപ്പോൾ അവർക്കെല്ലാം വിസ്മയവും ഉണ്ടായി എന്ന് പറയുകയാണ്. പിന്നീട് സുഗ്രീവൻ 7 മരങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് ശ്രീരാമനോട് പറയുകയാണ്, ഇവ ബാലിക്ക് മൽപ്പിടുത്തം നടത്താനുള്ള മരങ്ങളാണ്. ബാലി പിടിക്കുമ്പോൾ ഈ മരങ്ങളുടെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകും. വൃത്താകാരത്തിൽ നിൽക്കുന്ന ഇവയെ ഒറ്റ അമ്പുകൊണ്ട് എയ്ത് മുറിച്ചാൽ ബാലിയെ കൊല്ലാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അതായത് 7 മരങ്ങളും ഇങ്ങനെ വൃത്താകാരത്തിൽ നിൽക്കുന്നു, അവയെ ഒറ്റ ശരം കൊണ്ട് മുറിച്ച് വീഴ്ത്തണം. രാമൻ ഒരു അമ്പ് ചെയ്ത് 7 മരങ്ങളെയും മുറിക്കുക. അതിനുശേഷം ഭൂമിയും പർവ്വതവും ഭേദിച്ച് തിരികെ ആ അമ്പ് ആവനാഴിയിൽ വന്ന് ചേരുകയാണ്. സുഗ്രീവൻ ഇത് കണ്ടിട്ട് രാമനെ സ്തുതിക്കുന്നു, നമസ്കരിക്കുന്നു. മനസ്സിലായി ഇപ്പോൾ ഇത് 2 കാര്യം ചെയ്താൽ, അതായത് ദുന്ദുഭിയുടെ തലയോടെടുത്തെറിഞ്ഞാൽ ബാലിയെ വധിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു, അത് ചെയ്തു. ഈ 7 വൃത്താകാരത്തിൽ നിൽക്കുന്ന 7 മരങ്ങളും ഒറ്റ അമ്പിനാൽ മുറിച്ചാൽ ബാലിയെ വധിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ അതും വളരെ എളുപ്പത്തിൽ ചെയ്തു. അപ്പോൾ സുഗ്രീവന് മനസ്സിലായി ശ്രീരാമനാൽ അസാധ്യമായിട്ടൊന്നുമില്ലെന്ന്. സർവസാക്ഷിയായ ജഗദീശ്വര, ആ മുക്തി ലഭിക്കാനായി എല്ലാവരാലും ഭജിക്കപ്പെടുന്ന അങ്ങേ കാണാൻ എനിക്കിന്ന് കാണാൻ ഭാഗ്യമുണ്ടായല്ലോ. മോക്ഷദായകനായ ഭഗവാനെ, എനിക്ക് അവിടുത്തെ കാണാൻ ഭാഗ്യം ലഭിച്ചുവല്ലോ എന്നിങ്ങനെ വീണ്ടും വീണ്ടും പറഞ്ഞ് ഇങ്ങനെ നമസ്കരിക്കുകയാണ്. ഇനി എനിക്ക് മറ്റൊന്നും വേണ്ട. അർത്ഥം, രാജ്യം, ഭാര്യ, മിത്രം, പുത്രൻ, ഇതൊന്നും എനിക്ക് വേണ്ട. ഇവയെല്ലാം വ്യർത്ഥം തന്നെ. അങ്ങയുടെ മായയാൽ വിരചിതമായ ഈ ലോകത്ത് ഇനി എനിക്ക് ജീവിക്കണമെന്നേ ഇല്ല. എനിക്ക് മോക്ഷം നൽകിയാലും എന്ന് പറയുകയാണ്. എന്നിൽ പ്രസാദിച്ചാലും. ഇപ്പോൾ മണ്ണെടുക്കാൻ വേണ്ടി കുഴി കുഴിച്ചപ്പോൾ വിലയേറിയ നിധികുംഭം കിട്ടിയതുപോലെയാണ് എനിക്കിപ്പോൾ അവിടുത്തെ ദർശനം എന്ന് പറഞ്ഞ് സുഗ്രീവൻ വീണ്ടും വീണ്ടും സ്തുതിക്കുകയാണ്. ഇനി എൻ്റെ കണ്ണുകൾക്ക് എപ്പോഴും അങ്ങയുടെ രൂപം കാണുമാറാകണം. കരങ്ങളാൽ അങ്ങയുടെ തൃപ്പാദ പൂജ ചെയ്യുമാറാകണം. എൻ്റെ നാവ് കൊണ്ട് എപ്പോഴും അങ്ങയുടെ നാമം ജപിക്കുമാറാകണം. എൻ്റെ ചെവികളിൽ എപ്പോഴും അവിടുത്തെ ആ ചാരുചരിതം, മനോഹരമായ കഥകൾ കേൾക്കുമാറാകണം. എൻ്റെ കാലുകൾ അച്യുത ക്ഷേത്രങ്ങൾ തോറും അങ്ങനെ സഞ്ചരിച്ചിടണം. എൻ്റെ ആ ആപാദചൂടം, അതായത് എൻ്റെ ആ ശരീരം മുഴുവൻ അവിടുത്തെ പാദതീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യുമാറാകണം.
എൻ്റെ ഉത്തമാംഗം കൊണ്ട്, അതായത് ഉത്തമാംഗം എന്ന് പറഞ്ഞാൽ ശിരസ്സാണ്, ശിരസ് കൊണ്ട് അവിടുത്തെ എന്നും നമസ്കരിക്കുമാറാകണം. ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടിരുന്ന സുഗ്രീവനെ ശ്രീരാമൻ കെട്ടിപ്പുണരുകയാണ്. ശ്രീരാമൻ്റെ കരസ്പർശനം കൊണ്ട് സുഗ്രീവനിലുള്ള കളങ്കമെല്ലാം അകന്ന് വിശുദ്ധനായി തീർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത് ബാലി സുഗ്രീവ യുദ്ധമാണ് വർണ്ണിക്കുന്നത്. ശ്രീരാമൻ സുഗ്രീവനോട് പറയുകയാണ്, സുഹൃത്തെ, പറഞ്ഞതെല്ലാം യാഥാർത്ഥ്യം തന്നെ. ഒട്ടും വൈകാതെ ചെന്ന് ബാലിയെ യുദ്ധത്തിന് വിളിച്ചാലും ഒട്ടും സമയം കളയണ്ട. ബാലിയെ കൊന്നിട്ട് രാജാവാക്കി വാഴിക്കുന്നുണ്ട് നിന്നെ. രാജ്യം പരിപാലിച്ചാലും ശേഷകാലം. ധൈര്യത്തോടുകൂടി കിഷ്കിന്ധയിൽ ചെന്ന് ബാലിയെ യുദ്ധം ചെയ്യാൻ വിളിക്കുകയാണ് ഈ സുഗ്രീവൻ. ശ്രീരാമൻ ഒരു വൃക്ഷത്തിൻ്റെ പിന്നിൽ മറഞ്ഞു നിൽക്കുകയാണ് ബാലിയെ കൊല്ലാൻ വേണ്ടി. ശ്രീരാമന് പിന്നിലായി മറ്റുള്ള മന്ത്രിമാരും. ഇങ്ങനെ ക്രുദ്ധനായി ബാലി പുറത്തേക്ക് വരിക. രണ്ടുപേരും തമ്മിൽ ഘോര യുദ്ധം നടക്കുകയാണ്. പൊരിഞ്ഞ യുദ്ധമാണ്. രക്തത്തിൽ അഭിഷിക്തരായ ബാലിയും സുഗ്രീവനും ഒരേപോലെ കാണുകയാണ്. രണ്ടുപേരെ ചേട്ടനും അനിയനല്ലേ ഒരേപോലെ കാണപ്പെട്ടു. അപ്പോൾ ശ്രീരാമനൊരു സംശയത്തിൽ ബാലി ഏത് സുഗ്രീവൻ ഏതെന്ന്. അതുകൊണ്ട് ഇങ്ങനെ ഇത് വധിക്കാതെ ഇങ്ങനെ ആ വൃക്ഷത്തിൻ്റെ പുറകിൽ തന്നെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആ ബാലിയുടെ മുഷ്ടിപ്രയോഗം കൊണ്ട് രക്തം ഛർദ്ദിച്ച അവശനായ സുഗ്രീവൻ ഭയന്ന് പിന്തിരിഞ്ഞോടി. ബാലി തൻ്റെ വസതിയിലേക്കും പോയി. സുഗ്രീവൻ വൃക്ഷത്തിന് മറഞ്ഞു നിന്ന് ശ്രീരാമൻ അടുത്തേക്കും വന്നു. എന്നിട്ട് സുഗ്രീവൻ ശ്രീരാമനോട് വളരെ പരുഷമായിട്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ ശത്രുവിനെ കൊണ്ട് എന്നെ കൊല്ലിക്കാനാണോ എന്നെ അങ്ങോട്ട് അയച്ചത്? എന്നെ അങ്ങയുടെ കൈകൊണ്ട് തന്നെ വധിച്ചാൽ പോരായിരുന്നോ? ഈ മോക്ഷദായകമാണല്ലോ അങ്ങനെ ചെയ്താൽ. ശ്രീരാമന് സങ്കടം വന്നു ഇത് കേട്ടപ്പോൾ. ശ്രീരാമൻ പറഞ്ഞു, സുഗ്രീവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മിത്രമേത് ശത്രുവേത് എന്ന് എനിക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഞാൻ അമ്പയ്യാതിരുന്നത്. മിത്രത്തെ വധിക്കാൻ പാടില്ലല്ലോ. അങ്ങനെ ആ ശങ്ക കൊണ്ടാണ്. എന്നോട് ക്ഷമിച്ചാലും എന്തായാലും ബാലിയെ ഞാൻ വധിക്കുന്നുണ്ട്. നിങ്ങളെ തിരിച്ചറിയാനായിട്ട് ഒരു മാല കഴുത്തിലണിയാൻ വേണ്ടി ലക്ഷ്മണനെ ഏൽപ്പിച്ചിട്ട് ഈ മാല സുഗ്രീവൻ്റെ കഴുത്തിലിട്ട് കൊടുക്കാൻ ശ്രീരാമൻ പറയുകയാണ്. അങ്ങനെ ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് ലക്ഷ്മണൻ സുഗ്രീവൻ്റെ കഴുത്തിൽ ആ മാല ഇട്ട് കൊടുക്കുന്നു. ഇനി അടുത്ത് ബാലിയെ വധിക്കുന്നതാണ്. ബാലിവധം എന്ന ഭാഗത്തിൽ വീണ്ടും സുഗ്രീവൻ വന്ന് യുദ്ധത്തിന് ബാലിയെ വിളിക്കുകയാണ് ഈ മാല കഴുത്തിലിട്ടിട്ട്. ബാലിക്ക് വിസ്മയമായി, ഇവന് കിട്ടിയതൊന്നും പോരെ, വീണ്ടും അവനെന്നെ വന്ന് യുദ്ധത്തിന് വിളിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ബാലി വേഗം യുദ്ധത്തിനായി കച്ചമുറുക്കി പോകാൻ തയ്യാറെടുത്തു. പെട്ടെന്ന് താര, ബാലിയുടെ ഭാര്യയാണ് താര വന്നിട്ട് പറയുകയാണ്, അങ്ങൊരു ശങ്കയുമില്ലാതെ യുദ്ധത്തിന് പുറപ്പെടുകയാണല്ലോ, എന്നാൽ എനിക്ക് തോന്നുന്നു അവന് പുറകിൽ ആരോ ബലവാനായ ഒരുവൻ പിന്തുണയ്ക്കുണ്ടെന്ന്. യുദ്ധത്തിൽ പരാജയപ്പെട്ടവൻ വീണ്ടും വന്ന് വിളിക്കണമെങ്കിൽ നിശ്ചയമായും എത്രയും പരാക്രമശാലിയായ ഒരു മിത്രം അവനെ സഹായിക്കാനുണ്ടാകും. അപ്പോൾ ബാലി പറഞ്ഞു, പ്രിയതമേ, നീ ശങ്കിക്കുകയൊന്നും വേണ്ട. അവൻ ആരാണ് ഈ കാനനത്തിൽ വേണ്ടപ്പെട്ടവരായിട്ടുള്ളത്? അവനെ, അതുപോലെ തന്നെ എന്നോട് വൈരമുള്ളവരും ആരും ഇല്ലല്ലോ. ഇനി അവനോട് ബന്ധമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവൻ നിശ്ചയമായും വധിക്കപ്പെടേണ്ടവൻ തന്നെയാണ്. അങ്ങനെ അവന് സുഹൃത്തുക്കളായിട്ട് ആരും കാണത്തില്ല എന്നുള്ള ആ ബലത്തിലാണ് ഇരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭാര്യയോട് പറയുകയാണ്, വീട്ടുവാതിൽ വന്ന് യുദ്ധത്തിന് വിളിക്കുമ്പോൾ ശൂരന്മാരായിട്ടുള്ള ആരെങ്കിലും വീട്ടിനകത്ത് കയറി ഒളിച്ചിരിക്കുമോ? നീ ധൈര്യമായിട്ടിരിക്കൂ പ്രിയേ എന്ന് പറഞ്ഞു. വീണ്ടും താര പറയുകയാണ്, ഒരു കാര്യം കേട്ടാലും. ഈ അംഗദൻ ഇവരുടെ മകനാണ്. അംഗദൻ നായാട്ടിന് പോയിട്ട് വന്നപ്പം ഈ താരയോടൊരു കാര്യം പറഞ്ഞു. അത് ഇങ്ങനെ ബാലിയോട് പറയുകയാണ്. അത് കേട്ടതിന് ശേഷം ഉചിതമായത് ചെയ്താലും എന്ന് താര പറയുന്നു. വീണ്ടും താര ഈ അംഗദൻ പറഞ്ഞ കാര്യം പറയുകയാണ്. അയോധ്യാധിപതിയായ ദശരഥൻ്റെ പുത്രൻ ശ്രീരാമൻ ഭാര്യയോടും സഹോദരനോടുമൊപ്പം തപസ് ചെയ്യാൻ ദണ്ഡകാരണ്യത്തിലെത്തിയപ്പോൾ ആ രാവണൻ രാമൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി. ശ്രീരാമൻ അതുപോലെ തന്നെ ലക്ഷ്മണനോടുകൂടി അവളെ അന്വേഷിച്ച് ഋഷിമുഖാചലത്തിലെത്തിയെന്നും അന്യോന്യം മിത്രങ്ങളായിരിക്കാമെന്ന് പരസ്പരം ഈ സുഗ്രീവനും അതുപോലെ ശ്രീരാമനും സഖ്യം ചെയ്തതായി അറിയാൻ കഴിഞ്ഞുവെന്നും ഇങ്ങനെ അംഗദൻ പറഞ്ഞതായിട്ട് താര അറിയിക്കുകയാണ്. ഈ സീതയെ കാട്ടിക്കൊടുക്കാമെന്ന് സുഗ്രീവൻ വാക്ക് കൊടുത്തു എന്നാണ് അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ രണ്ടാമതും യുദ്ധത്തിന് വിളിച്ചിരിക്കുന്നത് ഈ ശ്രീരാമൻ സഹായിക്കുന്നത് കൊണ്ടായിരിക്കുമെന്ന് താര സംശയം പറയുക. വീണ്ടും താര പറഞ്ഞു, വൈരമെല്ലാം മറന്ന് ആ സുഗ്രീവനെ വിളിച്ച് യുവരാജാവായി അഭിഷേകം ചെയ്തിട്ട് രാമനെ ശരണം പ്രാപിച്ചിട്ട് കുലത്തെ രക്ഷിച്ചിടുക, അതാണ് നമുക്ക് അഭികാമ്യമായിട്ടുള്ളത് എന്ന് പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞു കാല് പിടിച്ചു ബാലിയോട്, വീണ്ടും യുദ്ധത്തിന് പോവല്ലേ എന്ന്.
താരയെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ട് പറയുകയാണ്, വല്ലഭേ നീ ഭയപ്പെടാതിരിക്കുക, ഇതിൻ്റെ ഈ പേടി സ്ത്രീ സഹജമാണ്. ശ്രീരാമലക്ഷ്മണന്മാർ ഇനി വന്നെന്ന് തന്നെ ഇരിക്കട്ടെ, അവർ നേരെ എൻ്റെ അടുത്തേക്കല്ലേ വരൂ. ശ്രീരാമനോട് എനിക്കുള്ളത്രയും സ്നേഹം മറ്റാർക്കാണുള്ളത്? എൻ്റെ അത്രയും ഭക്തി വേറെ ആർക്കാണുള്ളത്? ശ്രീരാമനാകുന്നത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാകുന്നു. ഈ ഭൂമിഭാരം തീർക്കാൻ വേണ്ടി പണ്ട് ബ്രഹ്മാവും ദേവന്മാരും അങ്ങനെ അപേക്ഷിച്ചതിനാൽ മനുഷ്യനായി വന്ന് പിറന്നതാണെന്ന് ഞാനും കേട്ടിട്ടുണ്ട്. ഭഗവാന് പക്ഷഭേദമൊന്നുമില്ല. ഭഗവാന്റെ തൃപ്പാദം വന്ദിച്ച് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. ആ സുഗ്രീവനേക്കാളും ഭഗവാനെ സഹായിക്കാൻ പറ്റുന്നത് എനിക്കാണ്. ഭജിക്കുന്നവനെ ത്യജിക്കുന്ന സ്വഭാവം ഭഗവാനില്ലല്ലോ. ഭഗവാനിൽ എന്നോളം ഭക്തി മറ്റാർക്കുമില്ലെന്നും അറിയുക. ഇങ്ങനെ ഭാര്യയെ ആശ്വസിപ്പിച്ചിട്ട് യുദ്ധത്തിന് തയ്യാറായി പോവുകയാണ് ബാലി. പിന്നീട് യുദ്ധവർണ്ണനയാണ്. രണ്ടുപേരും തമ്മിൽ ഘോര യുദ്ധമാണ്, സുഗ്രീവനും ബാലിയും തമ്മിൽ. അവർ രണ്ടുപേരും രണ്ട് സമുദ്രങ്ങൾ തമ്മിൽ പൊരുതും പോലെയും രണ്ട് പർവ്വതങ്ങൾ തമ്മിൽ പൊരുതും പോലെയും, അതായത് തുല്യ ശക്തികളാണെന്നർത്ഥം. അങ്ങനെ ഘോരം പൊരുതിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ദ്രൻ, അതായത് ബാലിയുടെ അച്ഛനാണ് ഇന്ദ്രൻ. ഇന്ദ്രൻ കൊടുത്ത മാല ബാലിയും, അച്യുതൻ അതായത് ഭഗവാൻ ശ്രീരാമൻ കൊടുത്ത മാല സുഗ്രീവനും കഴുത്തിലണിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും ഇങ്ങനെ യുദ്ധം ചെയ്ത് ഇടി അങ്ങോട്ടും ഇങ്ങോട്ടും ഘോരമായ യുദ്ധമാണ്. രണ്ടുപേരുടെയും ശരീരത്തിൽ ഇപ്പോഴും ഇങ്ങനെ രക്തം ഇങ്ങനെ ഒഴുകി ഇറങ്ങുന്നുണ്ട്. പക്ഷേ സുഗ്രീവൻ കുറച്ച് ക്ഷീണിതനായിട്ട് കാണപ്പെടുന്നുണ്ട്. അതിനാൽ ഇടയ്ക്കിടയ്ക്ക് ശ്രീരാമനെ ഇങ്ങനെ സങ്കടത്തോടെ നോക്കുന്നുണ്ട്. എനിക്കിനി യുദ്ധം ചെയ്യാൻ വയ്യ, ഇവനെ കൊല്ലാത്തത് എന്താണെന്നുള്ള ഭാവത്തിൽ. അങ്ങനെ സുഗ്രീവന് തളർച്ചയുണ്ടെന്ന് മനസ്സിലാക്കിയ ശ്രീരാമൻ ബാലിയുടെ ആ വക്ഷപ്രദേശം ലക്ഷ്യമാക്കി വൃക്ഷത്തിന് മറഞ്ഞെന്ന് അമ്പെയ്യുകയാണ്. ബാലി അലറിക്കൊണ്ട് നിലത്ത് വീണു. ആ വീഴ്ചയിൽ ഭൂമിയെല്ലാം നടുങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ബോധം തെളിഞ്ഞു വീണ്ടും നോക്കുമ്പോൾ ശ്രീരാമനെ കാണുകയാണ്. വലത് കൈയിൽ അമ്പും ഇടത് കൈയിൽ വില്ലും പിടിച്ച് ഇങ്ങനെ താപസവേഷത്തിൽ തേജസ്സോടെ നിൽക്കുന്ന ആ ശ്രീരാമൻ്റെ കാന്തി വർണ്ണിക്കുകയാണ്. പിന്നെ ബാലി എന്നിട്ട് ശ്രീരാമനോട് ചോദിച്ചു, നിന്നോട് ഞാൻ എന്ത് പിഴ ചെയ്തു? വെറുതെ എന്തിനാണ് എന്നെ കൊന്നത്? കള്ളന്മാരെ പോലെ രാജധർമ്മത്തെ വെടിഞ്ഞത് എന്തിന്? രാജകുലത്തിൽ ജനിച്ച നിനക്ക് ഈ വാനരത്തെ വധിച്ചിട്ട് എന്ത് കീർത്തി ലഭിക്കാനാണ്? പണ്ടേ കീർത്തിയുണ്ടല്ലോ ശ്രീരാമനില്ലേ? അപ്പോൾ ഇനി എന്നെപ്പോലൊരു വാനരത്തെ ചതിച്ചു കൊന്നിട്ട് എന്ത് കീർത്തിയാണ് നിനക്ക് ലഭിക്കാനുള്ളത്? അഥവാ കീർത്തിക്ക് വേണ്ടിയാണെങ്കിൽ ഇങ്ങനെ മറഞ്ഞു നിന്നല്ല വധിക്കേണ്ടത്, നേരെ നിന്ന് പൊരുതി ജയിക്കണം. എന്ത് കാര്യമാണ് എന്നാൽ കൃതമല്ലാത്തത്? എന്താണ് സുഗ്രീവനാൽ കൃതമായത് എന്ന് പറഞ്ഞാൽ എന്നെക്കൊണ്ട് സാധിക്കാത്തതെന്ത്? സുഗ്രീവനെ കൊണ്ട് സാധിക്കുന്നതെന്ത്? ഇത് എപ്പോഴും സുഗ്രീവനേക്കാൾ ബലവാനാണ് ബാലി. അതിനാൽ സുഗ്രീവൻ സാധിച്ചു തരുന്നതെല്ലാം എന്നാലും സാധിച്ചു തരാൻ പറ്റുമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ആ സുഗ്രീവനെ ശരണം പ്രാപിച്ചിട്ട് എന്നെ വധിച്ചുവല്ലോ. ഈ 3 ലോകത്തിലും എൻ്റെ പരാക്രമം ആർക്കാണ് അറിയാത്തത്? ആ ലങ്കാപുരി മുച്ചൂടും മുടിച്ച് അരനാഴിക കൊണ്ട് ആ ദശമുഖനെ പിടിച്ചു കെട്ടി നിന്റെ മുമ്പിൽ വെച്ച് തൊഴുതു നിൽക്കുമായിരുന്നല്ലോ ഞാൻ. ലോകരെല്ലാം രഘുപതേ നിന്നെ ധർമ്മിഷ്ഠൻ എന്ന് പറയുന്നുവല്ലോ. എന്നെ വധിച്ചതിൽ എന്ത് ധർമ്മമാണുള്ളത്? ഒരു കാരണവുമില്ലാതെ ഈ വാനരത്തെ ചതിച്ചു കൊന്നത് എന്തിനാണ്? ഇനി ഭക്ഷണത്തിന് വേണ്ടിയാണെന്നിരിക്കട്ടെ, വാനരമാംസം ഭക്ഷ്യയോഗ്യമല്ലല്ലോ. ഇങ്ങനെ ചോദ്യശരങ്ങൾ തൊടുത്തുകൊണ്ടിരുന്ന ബാലയോട് ശ്രീരാമൻ പറഞ്ഞു, ധർമ്മത്തെ രക്ഷിക്കാനായി ആയുധമെടുത്ത ഞാൻ പാപിയായ അധർമ്മിയായ നിന്നെ വധിച്ചത് ധർമ്മം നിലനിർത്താൻ വേണ്ടി തന്നെയാണ്. നീ എന്താണ് ചെയ്യുന്നതെന്ന് നിനക്കറിയില്ല. പറയാം, കേൾക്കൂ. ഭാര്യയല്ല, പുത്രി, സഹോദര ഭാര്യ, പിന്നെ പുത്രൻ്റെ ഭാര്യ, മാതാവ്, സഹോദരൻ, ജ്യേഷ്ഠൻ്റെ ഭാര്യ, ഇങ്ങനെ ഇവർ തമ്മിൽ ഒരു വ്യത്യാസവുമില്ല എന്നല്ലേ വേദവാക്യം. അവരെ മോഹിക്കുന്ന വിവരം അതുപോലെ തന്നെ അവരെ മോഹിക്കുന്നവനും പരിഗ്രഹിക്കുന്നവനും അതുപോലെ ചീത്ത കണ്ണോടെ നോക്കുന്നവർ മഹാപാപി എന്നറിയുക. അങ്ങനെയുള്ളവരെ വധിച്ച് ധർമ്മം നടപ്പിലാക്കുക എന്നത് രാജാക്കന്മാരുടെ ധർമ്മമാണ്. അപ്പോൾ ബാലി ശ്രീരാമനെ നാരായണൻ എന്ന് മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ ബാലിയുടെ മനസ്സിലെ അന്ധകാരമകന്ന് ഭക്തിയോടെ ശ്രീരാമനെ നമസ്കരിക്കുകയാണ്. എൻ്റെ അപരാധം ക്ഷമിക്കണേ ദയാനിധി, അറിയാതെ പറഞ്ഞുപോയ വാക്കുകൾ ക്ഷമിക്കണേ. അങ്ങയുടെ ആയുധമേറ്റ് മരിക്കാൻ കഴിഞ്ഞത് എൻ്റെ മഹാഭാഗ്യം തന്നെ. ഈ ഭാഗ്യം യോഗികൾക്ക് പോലും ദുർലഭമാണല്ലോ. അവിടുത്തെ ദർശനം കൊണ്ട് എൻ്റെ ജന്മം സഫലമായി, എൻ്റെ പാപമെല്ലാം പോയല്ലോ. അങ്ങയുടെ ഈ അവതാര രഹസ്യം എനിക്ക് മനസ്സിലായി. ഇഹലോകവാസം വെടിയാൻ
പോകുന്ന എന്നെ അനുഗ്രഹിക്കണേ ഭഗവാനെ എന്ന് വീണ്ടും ഭഗവാനെ നമസ്കരിക്കുകയാണ്. എനിക്ക് തുല്യം ബലമുള്ള അംഗദനും സുഗ്രീവനും എനിക്ക് ഒരുപോലെ തന്നെയാണെന്ന് അറിയുക. എൻ്റെ ബാണം പറിച്ചെടുത്തിട്ട് എന്നെ ഒന്ന് തഴുകാൻ ദയവുണ്ടാകണേ ഭഗവാനെ എന്ന് പറയുന്നു. ഭഗവാൻ ശ്രീരാമൻ അപ്രകാരം ചെയ്യുകയാണ്. ബാണം വലിച്ചു പറിച്ചെടുത്തിട്ട് പതുക്കെ തലോടുന്നു. ആ ശ്രീരാമൻ്റെ മുഖത്ത് നോക്കി നോക്കി ബാലി പ്രാണൻ വെടിയുകയാണ്. യോഗികൾക്ക് പോലും അപ്രാപ്യമായുള്ള ഭഗവത് പദം പ്രാപിക്കുകയും ചെയ്യുന്നു. ഈ സമയം കിഷ്കിന്ധയിൽ മറ്റു വാനരങ്ങൾ, അതായത് പ്രജകളായ വാനരന്മാർ ബാലി മരിച്ച വിവരം ഓടിച്ചെന്ന് താരയോട് പറയുകയാണ്. ബാലിയുടെ ഭാര്യയായ താരയോട് വിവരം പറഞ്ഞ് അതുപോലെ തന്നെ പെട്ടെന്ന് പറയാണ്, ഈ ബാലി ഇങ്ങനെ സ്വർഗ്ഗലോകത്തേക്ക് പോയ വിവരം പറഞ്ഞിട്ട് അംഗദനെ പെട്ടെന്ന് രാജകുമാരനെ ഒരു യുവരാജാവായിട്ട് വാഴിക്കണം. ഗോപുരദ്വാരങ്ങളെല്ലാം ശത്രുക്കൾ പ്രവേശിക്കാത്ത വിധം അടച്ചു ഭദ്രമായി വെക്കണം. അങ്ങനെ ഇങ്ങനെ ഇപ്പോൾ താരയോട് പറഞ്ഞപ്പോൾ വേഗം താര തിരിച്ചു ചോദിച്ചു, എന്തിനാണ് ഇനി രാജ്യവും പുത്രനും, എന്തിനാണ് ഈ ഭൂതലവാസം? ഞാനും എൻ്റെ ഭർത്താവിനോട് കൂടി പോവുകയാണ്. ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് ബാലി മരിച്ചു കിടക്കുന്നിടത്തേക്ക് ഓടിപ്പോവുകയാണ്. ആ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആ ബാലിയുടെ ശരീരം കണ്ട് മോഹാലസ്യപ്പെട്ട് വീഴും. എന്നിട്ട് വേഗം പറയുകയാണ്, ഒരു ബാണം എയ്ത് എന്നെ കൂടി അങ്ങ് കൊന്നിടുക. എൻ്റെ പ്രാണനാഥനെ പിരിഞ്ഞ് എനിക്കിനി ജീവിക്കുകയേ വേണ്ട. എൻ്റെ ഭർത്താവിൻ്റെ കൂടെ അയച്ചാൽ നിനക്ക് കന്യകാദാനം ചെയ്ത ഫലം കിട്ടും. ശ്രേഷ്ഠനായ നിനക്കറിയാമല്ലോ ഭാര്യയെ പിരിഞ്ഞ് ദുഃഖം എത്രത്തോളമാണെന്ന്. സുഗ്രീവ, നീ രുമ സുഗ്രീവൻ്റെ ഭാര്യയാണ്, രുമയുമായി സുഖിച്ചു വാഴുക എന്ന് സുഗ്രീവനോടും പറയുന്നു. ഇങ്ങനെ പറഞ്ഞു കേഴുന്ന താരയോട് ഇങ്ങനെ ശ്രീരാമൻ ആ ദേഹം, ദേഹി, ആ ജീവാത്മാവ്, പരമാത്മാവ്, അങ്ങനെ ഭഗവത് സായുജ്യം, സാരൂപ്യം, ഇങ്ങനെ എല്ലാ തത്വങ്ങളും ഉപദേശിക്കുകയാണ്. ആ ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ബന്ധവും, അതുപോലെ സാംസാരിക ദുഃഖത്തിൻ്റെ സാംസാരിക ബന്ധങ്ങൾ, ആ ജീവിതത്തിൻ്റെ നിസ്സാരത, ഇതെല്ലാം പറഞ്ഞിട്ട് മുക്തിക്കുള്ള മാർഗവും ഉപദേശിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ ദേഹിയാണ് സച്ചിദാനന്ദ ബ്രഹ്മമായ പരമാത്മാവായ നിത്യനായ ജീവാത്മാവെന്നോ അതിന് സുഖമെന്നോ ദുഃഖമെന്നോ ഉള്ള ഭേദമില്ലെന്നും ശ്രീരാമൻ ഇങ്ങനെ ഉപദേശിച്ചു. അങ്ങനെ പൂർവ്വജന്മത്തിൽ ഭഗവാന്റെ അചഞ്ചല ഭക്തയായിരുന്നു ഈ താര. അതുകൊണ്ട് താരയ്ക്കിപ്പോൾ ആ ഭഗവാന്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. ശംഖചക്ര ഗദാപത്മങ്ങളൊക്കെ ധരിച്ച് ഭഗവാനെ സ്വന്തം രൂപത്തിൽ കാണിച്ചു കൊടുത്തിട്ട് മുക്തിമാർഗം ഉപദേശിക്കുന്നു. അങ്ങനെ ആ ഭഗവാനോടുള്ള അല്പനേരത്തെ സംഘം കൊണ്ട് ദുഃഖമെല്ലാം അകലുകയാണ് താരയ്ക്ക്. ആ സാംസാരിക ബന്ധത്തിൻ്റെ നിസ്സാരതയും മനസ്സിലാക്കിയിട്ട് ഭക്തി വർദ്ധിച്ച് മുക്തയായിത്തീരുന്നു. സുഗ്രീവനും അത് കേട്ട് അജ്ഞാനമെല്ലാം അകന്ന് സുഖമായി വസിക്കുകയാണ്. അങ്ങനെ 16-ാം ദിവസത്തെ കഥ നമ്മൾ ഇവിടെ താൽക്കാലികമായി നിർത്തുകയാണ്. ബാക്കി ഭാഗം നാളെ കേൾക്കാം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഒരിക്കൽ കൂടി നന്ദി.